യുവേഫ നേഷൻസ് ലീഗ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ചിത്രം തെളിഞ്ഞു. സ്പെയിൻ, പോർച്ചുഗൽ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ വമ്പന്മാരെല്ലാം അവസാന എട്ടിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. യുവേഫ നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. അവസാന എട്ടിൽ ആരൊക്കെ എന്നുള്ളതാണ് പ്രധാനമായുള്ളത്. അതായത് പ്രമുഖ ടീമുകളൊക്കെ തന്നെ അവസാന എട്ടിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മുൻ ചാമ്പ്യന്മാരായ പോർച്ചുഗൽ, ഫ്രാൻസ്, അതോടൊപ്പം നിലവിലെ ചാമ്പ്യന്മാരായ സ്പെയിൻ എന്നിവരെല്ലാം തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ജർമ്മനി, ആദ്യ കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ജർമ്മനിയുണ്ട്. ഇവരാണ് പൂൾ എയിൽ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത്. ആകെ 8 ടീമുകളാണ്. ഇതിൽ 2 പൂളുകളായിട്ടാണ് ടീമുകളെ തിരിച്ചിരിക്കുന്നത്. ഇതിനനുസരിച്ചിട്ടായിരിക്കും നറുക്കെടുപ്പ് നടക്കുക. മറ്റു ടീമുകൾ എന്ന് നോക്കുകയാണെങ്കിൽ ക്രൊയേഷ്യ, ഇറ്റലി, ഹോളണ്ട്, ഡെൻമാർക്ക് ടീമുകളാണ് ഈ ആകെ 8 വരുന്ന ടീമുകൾ. 2 പൂളിൽ വരും. ഈ 2 പൂളിൻ്റെ നറുക്കെടുപ്പ് വെള്ളിയാഴ്ച നടക്കും. ഇതിനനുസരിച്ചിട്ടായിരിക്കും ഏതൊക്കെ ടീമുകളാണ് ക്വാർട്ടറിൽ ഏറ്റുമുട്ടുക എന്നുള്ളതനുസരിച്ച് ഉണ്ടാവുക. ഈ പൂൾ 7 വരുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അവർക്ക് ഈ അഡ്വാൻറ്റേജ് കിട്ടും. ആദ്യ മത്സരം അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടത്താനുള്ള ഒരു ആനുകൂല്യം ഉണ്ടാവും. രണ്ടാം ഘട്ടത്തിൽ വരുന്ന ടീമുകൾക്ക് 2ാം സ്ഥാനക്കാരായിട്ടൊക്കെ തന്നെ കയറിയതിനാൽ ആ ഒരു അഡ്വാൻറ്റേജ് ഇല്ല എന്നുള്ളതാണ്. എന്തായാലും യുവേഫ നേഷൻസ് ലീഗിൽ വമ്പൻ പോരാട്ടങ്ങൾ തന്നെ അതിൻ്റെ ക്വാർട്ടർ ഘട്ടത്തിൽ നമുക്ക് കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് SKN. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്.